السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് ഹസ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബാക്കളുടെ ത്യാഗങ്ങളും അവരുടെ സ്ഥാനവും മഹത്വവും അവരുടെ മേൽ ഉള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും വിവരിച്ചുകൊണ്ട് പറയുന്നു. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ മുഴുവൻ സ്വത്തും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു. സ്വയം കമ്പിളി പുതച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അള്ളാഹു അതിനു പകരമായി അദ്ദേഹത്തിന് എന്താണ് നൽകിയത്? മുഴുവൻ അറേബ്യയുടെയും രാജാവാക്കി അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിച്ചു. മതനിഷേധികളായ അറബികൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി വിജയിച്ചതായി കാണിച്ചു കൊടുത്തു. ആരുടെയും നിഗമനത്തിൽ പോലും ഇല്ലാത്ത എല്ലാം നൽകുകയുണ്ടായി. ചുരുക്കത്തിൽ ഇക്കൂട്ടരുടെ സത്യസന്ധതയും കൂറും ആത്മാർത്ഥതയും സ്നേഹവും മനുഷ്യത്വവും ഓരോ മുസ്ലിമിനും മാതൃകായോഗ്യമാണ്. സ്വഹാബാക്കളുടെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നുവെന്നാൽ മുഴുവൻ പ്രവാചകന്മാരിൽ നിന്നും ഒരു പ്രവാചകന്റെയും ജീവിതത്തിൽ നിന്നും ഇതിനു സമാനമായി കാണുവാൻ സാധിക്കുകയില്ല. പറയുകയാണ്, യാഥാർത്ഥ്യമെന്നാൽ ഏതുവരെ മനുഷ്യൻ തന്റെ ആഗ്രഹങ്ങളിൽ നിന്നും ഉദ്ദേശ്യങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ വരുന്നില്ല, അതുവരെ ഒന്നും നേടാൻ സാധിക്കുകയില്ല. എന്നല്ല, സ്വയം നഷ്ടം വരുത്തുന്നവരായിരിക്കും. എന്നാൽ അവൻ എല്ലാ ആത്മാവിന്റെ ഇച്ഛകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഒഴിഞ്ഞ കരങ്ങളോടെ ശുദ്ധമായ അച്ചുപാത്രവുമായി അള്ളാഹുവിന്റെ സവിധത്തിൽ പോകുമ്പോൾ അള്ളാഹു അയാൾക്ക് നൽകുന്നു, അള്ളാഹു അയാളെ സംരക്ഷിക്കുന്നു. എന്നാൽ ഇതിനുള്ള നിബന്ധന മനുഷ്യൻ മരണം വരിക്കാൻ വേണ്ടി തയ്യാറാവുകയും അവന്റെ മാർഗത്തിൽ മരണത്തെയും നിന്ദ്യതയെയും വരവേൽക്കുന്നവനാവുകയും ചെയ്യുക എന്നുള്ളതാണ്. പറയുന്നു, നോക്കുക, ദുനിയാവ് നശ്വരമാണ്, അതിൽ ആരും സ്ഥിരമായി താമസിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന് വേണ്ടി അത് ഉപേക്ഷിക്കുന്നവർക്കാണ് അതിന്റെ ആനന്ദം ലഭിക്കുക. ഇക്കാരണം കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്ന ആൾക്ക് ലോകത്ത് അള്ളാഹു സ്വീകാര്യത നൽകുന്നു. ഈ സ്വീകാര്യത എന്നത് ഭൗതികർ 1000 തവണ പരിശ്രമങ്ങൾ നടത്തുകയും എങ്ങനെയെങ്കിലും ഒരു പദവി കരസ്ഥമാക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ആദരവ് ലഭിക്കുകയോ സദസ്സിൽ കസേര ലഭിക്കുകയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും കസേര ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പേര് ചേർക്കുകയും വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടേതാണ്. ഓരോ ഹൃദയത്തിലും മഹത്വവും സ്വീകാര്യതയും നൽകുന്നത്
അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുകയും നഷ്ടം സഹിക്കുകയും ചെയ്യാൻ തുനിയുമ്പോഴായിരിക്കും. തുനിയുക മാത്രമല്ല, ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ചുരുക്കം ഇതാണ്: അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് എല്ലാം നൽകപ്പെടുന്നു. ഇത് അവിടുന്ന് ഒരു സദസ്സിലിരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. മറ്റൊരിടത്ത് ഒരു നിവേദനത്തിൽ ഇത്തരത്തിലുള്ള പദങ്ങളും കാണാം: ഗവൺമെന്റിന് വേണ്ടി അല്പമെന്തെങ്കിലും സമ്പാദിക്കുന്നവന് പ്രതിഫലം ലഭിക്കുന്നു. ഭൗതിക കാര്യങ്ങളിൽ നോക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ പ്രതിഫലം ലഭിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി സമ്പാദിക്കുന്നവർക്ക് ഒന്നും ലഭിക്കുകയില്ലേ? വീണ്ടും അവിടുന്ന് പറയുന്നു, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയതെല്ലാം നേടാതെ കണ്ട് മരിക്കുകയില്ല. അള്ളാഹു ആരുടെയും കടം നൽകാതെ പിടിച്ചു വെക്കുകയില്ല. എന്നാൽ ഖേദകരമെന്നത് ഇക്കാര്യങ്ങളെ അംഗീകരിക്കുന്നവരും ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയുന്നവരും വളരെ കുറച്ചു പേരെയുള്ളൂ. ഇത്തരം സത്യസന്ധതയുടെയും കൂറിന്റെയും ത്യാഗത്തിന്റെയും മാതൃക കാണിക്കുന്നവരുടെ ഉദാഹരണങ്ങൾ മനുഷ്യനെ അമ്പരിപ്പിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശുദ്ധീകരിക്കുന്നതിനുള്ള കഴിവ് അക്കൂട്ടരുടെ സ്നേഹത്തിന്റെ ഗതി മാറ്റുക മാത്രമല്ല ചെയ്തത്. ആദ്യം അവരുടെ സ്നേഹം മറ്റൊരു വശത്തേക്കായിരുന്നു, പിന്നീട് അത് മറ്റൊരു വശത്തേക്കാക്കി, ലൗകികതയിൽ നിന്നും അള്ളാഹുവിലേക്കാക്കി മാറ്റി. എന്ന് മാത്രമല്ല, ഈ സ്നേഹത്തിന് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത അത്ര ഉന്നതിയിലെത്തിച്ചു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര മനോഹരമായാണ് ഈ ഉയർച്ചയുടെയും താഴ്ചയുടെയും ഉദാഹരണങ്ങൾ നൽകിയത്. അവിടുന്ന് പറഞ്ഞു, ഇവരുടെ സ്നേഹത്തിന്റെ നിലവാരവും ത്യാഗത്തിന്റെ നിലവാരവും മുൻ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പോലും കാണുവാൻ സാധിക്കുകയില്ല. നബിമാരെ വിശ്വസിച്ചിരുന്നവരുടെ കാര്യമാണെങ്കിൽ അവരുടെ സ്ഥാനവും അവസ്ഥയും സ്വഹാബാക്കളെ വച്ച് നോക്കിയാൽ വളരെ താഴ്ന്ന നിലയിലായിരുന്നു. ഈ സ്വഹാബാക്കൾ അവരുടെ ആത്മാവിന്റെ എല്ലാ തരത്തിലുള്ള ഇച്ഛകളിൽ നിന്നും പരിശുദ്ധരായിരുന്നു. ശുദ്ധഹൃദയരായിക്കൊണ്ട്, അള്ളാഹുവിനായി ആത്മാർത്ഥരായിക്കൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചും കൊണ്ട് മാത്രം തങ്ങളുടെ ജീവിതം നയിക്കുന്നവരായിരുന്നു. ഈ അവസ്ഥയായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവും കടാക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അളവറ്റ് നൽകി അനുഗ്രഹിക്കുന്നു. സഹാബാക്കളുടെ ജീവിതത്തിൽ നാം ഇക്കാര്യങ്ങൾ കാണുന്നു. സഹാബാക്കൾ എങ്ങനെയാണ് തങ്ങളുടെ ആത്മാവിനെ അള്ളാഹുവിന്റെ കീഴിലാക്കിയത് എന്നതിനുദാഹരണമെന്നോണം ചില സംഭവങ്ങൾ ഞാൻ കേൾപ്പിക്കുകയാണ്. എന്ത് മാതൃകകളാണ് അവർ ചെയ്തു കാണിച്ചത്. ഹസ്രത്ത് അബാദ് ബിൻ ബഷർ ഒരു അൻസാരി സഹാബിയായിരുന്നു. പൂർണ്ണ യുവത്വത്തിൽ 35-ാം വയസ്സിൽ തന്നെ ഇദ്ദേഹം ഷഹാദത്ത് പദവി കരസ്ഥമാക്കി. ഇദ്ദേഹത്തിന്റെ ആരാധനയുടെയും വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെയും ഒരു സംഭവം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന്റെ സമയത്ത് ഉണർന്നു. അപ്പോൾ പള്ളിയിൽ നിന്നും വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിനായി നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, ഈ ശബ്ദം ആബാദിന്റേതാണോ? ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുവേ, നീ ആബാദിനോട് കരുണ കാണിക്കണമേ. എത്ര ഭാഗ്യവാന്മാരായിരുന്നു അവർ. അവരുടെ രാത്രികൾ
ആരാധനകളിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലും കഴിച്ചുകൂട്ടി നേരിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ലഭിച്ചവരായി തീർന്നു. രാത്രികളിൽ എഴുന്നേറ്റ് അവന്റെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഹസ്രത്ത് ആബാദിന് തന്റെ ഒരു സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് ഷഹാദത്ത് സ്ഥാനം ലഭിക്കുന്നതാണ് എന്ന ദൃഢവിശ്വാസമുണ്ടായിരുന്നു. ഹസ്രത്ത് അബു സഈദ് ഖുദരി പറയുന്നു, ഹസ്രത്ത് അബാദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു ആകാശം പിളരുകയും ഞാനതിൽ പ്രവേശിക്കുകയും ചെയ്തു. വീണ്ടും അത് യോജിച്ച് അതിന്റെ പഴയ അവസ്ഥയിലാവുകയും ചെയ്തു. ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുമായിരുന്നു, അള്ളാഹു എനിക്ക് ഷഹാദത്തിന്റെ പദവി നൽകും എന്നെനിക്ക് ദൃഢബോധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സ്വപ്നം യമാമ യുദ്ധത്തിൽ പൂർത്തിയായി. വലിയ ധീരതയോടെ പോരാടിക്കൊണ്ട് അദ്ദേഹം ഷഹീദായി. എന്നാൽ ഏതൊരു ശത്രുവിനോടാണോ തന്റെ സൈന്യം പോരാടിയിരുന്നത് അതിൽ എല്ലാ അൻസാറുകളും ഉണ്ടായിരുന്നു. വിജയം കൈവരിക്കുകയുണ്ടായി. അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. എങ്കിലും ശത്രുക്കളുടെ മുന്നിൽ വിജയികളായി. ഹസ്രത്ത് അബൂ സഈദ് പറയുന്നു, യുദ്ധത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മുഖം വാളുകൊണ്ട് മുറിവേറ്റ കാരണത്താൽ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഒരടയാളം കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം തിരിച്ചറിഞ്ഞത്. മറ്റൊരു സഹാബിയെക്കുറിച്ച് ചരിത്രം നമ്മോട് പറയുന്നു, ഇദ്ദേഹത്തിന്റെ പേര് അറാം ബിൻ മൽഹാൻ ആയിരുന്നു. ഈ യുവാക്കൾക്കും മറ്റുള്ളവർക്കും ഖുർആൻ പഠിപ്പിക്കുന്നതിലും ദരിദ്രരെയും അസ്ഹാബെ സുഫയെയും സേവിക്കുന്നതിലും മുൻകടന്നവരായിരുന്നു. ബനി ആമിറിലെ ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അപേക്ഷിച്ചു, ഞങ്ങൾക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി തബ്ലീഗിനായി കുറച്ചു പേരെ അയച്ചു തരിക. ഞങ്ങളുടെ ആളുകൾക്കും ഇസ്ലാമിനെക്കുറിച്ച് അറിയുന്നതിനും ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിനുമായി. അവരുടെ ഉദ്ദേശം അപ്പോൾ തന്നെ നല്ലതല്ലായിരുന്നു. അവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഈ ആളുകളുമായി എനിക്ക് ആശങ്കയുണ്ട്. ഞാൻ അയക്കുന്ന ആളുകൾക്ക് നിങ്ങൾ നഷ്ടം വരുത്തിയേക്കാം. അപ്പോൾ അവരുടെ നേതാവ് പറഞ്ഞു, അവർ കാര്യങ്ങൾ കേട്ട് മുസ്ലിമായില്ല. അയാൾ പറഞ്ഞു, ഞാൻ ഉത്തരവാദിത്തം ഏൽക്കുന്നു. എന്റെ സംരക്ഷണത്തിനായിരിക്കും അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ ബനി ആമിറിന്റെ അടുക്കലേക്ക് അയച്ചു. ഹറാം ബിൻ മൽഹാമിനെ അമീറായി നിശ്ചയിച്ചു. സംഘം അവിടെ എത്തിയപ്പോൾ ഹസ്രത്ത് ഹറാം ബിൻ മൽഹാന് സംശയം തോന്നി. തീർച്ചയായും എന്തോ പ്രശ്നമുണ്ട്. ദൂരെ നിന്ന് തന്നെ അവരുടെ രീതിയിൽ നിന്നും അത് മനസ്സിലായിരുന്നു. അവരുടെ ഉദ്ദേശം ശരിയല്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ കൂട്ടാളികളോട് പറഞ്ഞു, സുരക്ഷയ്ക്ക് വേണ്ട മുൻകരുതലുകൾ ആവശ്യമാണ്. എല്ലാവരും ഒന്നിച്ച് അവിടെ പോകരുത്. കാരണം എല്ലാവരെയും ഒന്നിച്ച് ഒറ്റയടിക്ക് അവർ വളഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നഷ്ടം സംഭവിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ നിൽക്കുക. ഞാനും എന്റെ കൂടെ ഒരാളും പോകാം. അഥവാ അവർ നല്ല പോലെയാണ് ഞങ്ങളോട് പെരുമാറുന്നത് എങ്കിൽ നിങ്ങളും വരിക. മറിച്ച് ഞങ്ങൾക്ക് നഷ്ടം വരുത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ സാന്ദർഭികമായി ഉചിതമായ തീരുമാനമെടുക്കുക. അതായത് തിരിച്ചു പോകണോ, ഇവരോട് യുദ്ധം ചെയ്യണോ, അവിടെ തന്നെ നിൽക്കണോ, എന്തായാലും. ഹറാം ബിൻ മൽഹാനും കൂടെയുള്ള ആളും അവരുടെ അടുക്കലെത്തിയപ്പോൾ ബനി ആമിറിന്റെ നേതാവ് ഒരാൾക്ക് ആംഗ്യം കാണിച്ചു. അയാൾ ഹറാം ബിൻ മൽഹാനെ പിറകിൽ നിന്നും ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്നും രക്തം തുളിച്ചു വന്നു.
അദ്ദേഹം ആ രക്തം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, കഅബയുടെ നാഥനാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു. കഅബയുടെ നാഥനാണ് സത്യം, ഞാൻ വിജയിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റേ കൂട്ടാളിയെയും ഷഹീദാക്കി. അതിനുശേഷം ബാക്കി അവശേഷിച്ചിരുന്ന 70 പേരുടെ മേലും ആക്രമണം നടത്തി. അവരിൽ 1-2 പേരൊഴികെ എല്ലാവരെയും ഷഹീദാക്കുകയുണ്ടായി. ഇവരെ ചതിയിലൂടെ ക്രൂരമായി ഷഹീദാക്കപ്പെടുമ്പോൾ അവർ ദുആ ചെയ്തു, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ത്യാഗങ്ങളെ നീ സ്വീകരിച്ചാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് നീ അറിവ് നൽകുകയും ചെയ്യുക. എന്തെന്നാൽ ഇവിടെ വിവരം അറിയിക്കുവാനുള്ള സൗകര്യമില്ലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹസ്രത്ത് ജിബ്രീൽ ഈ സ്വഹാബാക്കളുടെ സലാം എത്തിച്ചു. അവിടുത്തെ അവസ്ഥയെക്കുറിച്ചും ഷഹാദത്തിനെക്കുറിച്ചും അറിവ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്വഹാബാക്കൾക്ക് അറിയിപ്പ് നൽകി, അവരെല്ലാം ഷഹീദാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ 70 സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. ഈ ഷഹാദത്ത് അങ്ങേയറ്റത്തെ ആഘാതമാണ് അവരിലുണ്ടാക്കിയത്. അവിടുന്ന് 30 ദിവസങ്ങളോളം ഈ ഗോത്രത്തിനെതിരായി ദുആ ചെയ്തു, അല്ലാഹുവേ, അവരിൽ നിന്ന് ആരാണോ ഈ അക്രമം ചെയ്തത് നീ തന്നെ അവരെ പിടികൂടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷഹാദത്തിനെ വളരെ മഹത്തരമായ ഷഹാദത്തായി കണക്കാക്കി. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സ്നേഹത്തിന്റെയും ദീനിനു വേണ്ടിയുള്ള അതിമഹത്തായ ത്യാഗത്തെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഒരവസരത്തിൽ പറയുന്നു, മുഹബ്ബത്ത് അഥവാ സ്നേഹം എന്നത് എന്തും ചെയ്യിക്കുന്നു. ഒരാൾ മറ്റൊരാളിൽ അനുരക്തനായാൽ തന്റെ പ്രേമിക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യാതിരിക്കുക. പിന്നെ ഭൗതികരുടെ ഒരു ഉദാഹരണം അവിടെ നിന്ന് നൽകി. ഒരു സ്ത്രീ ഒരാളിൽ അനുരക്തയായിരുന്നു. അവരെ വലിച്ചിഴച്ചുകൊണ്ട് വരപ്പെട്ടു, പലവിധത്തിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു, മർദ്ദനമേറ്റു. എന്നാൽ അവർ പറയുമായിരുന്നു, എനിക്ക് ഇതിൽ ആനന്ദമാണ് ലഭിക്കുന്നത്. വെറും താൽക്കാലികമായ സ്നേഹങ്ങളും നീചകൃത്യങ്ങൾക്ക് കാരണമായേക്കാവുന്ന അനുരാഗങ്ങളിലും പ്രയാസങ്ങളും പീഡനങ്ങളും ഏൽക്കുമ്പോൾ ആനന്ദം ലഭിക്കുന്നുണ്ടെങ്കിൽ ഇത് ഭൗതികരുടെ സ്ഥിതിയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, അള്ളാഹുവിൽ അനുരക്തരായിട്ടുള്ളവർക്ക് അവന്റെ ഉലൂഹിയത്തിനെ ആശ്രയിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും എത്രമാത്രം ആനന്ദം കരസ്ഥമാകും. സ്വഹാബ റിദ്വാനുല്ലാഹി അലൈഹിമിന്റെ അവസ്ഥകൾ നോക്കുക. മക്കയിൽ അവർക്ക് എന്തെല്ലാം വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നു. അവരിൽ ചിലർ പിടിക്കപ്പെട്ടു, പലതരത്തിലുള്ള പ്രയാസങ്ങളിലും അകപ്പെട്ടു. പുരുഷന്മാർ ഒരു വശത്ത് ചില മുസ്ലിം സ്ത്രീകളോട് എത്രമാത്രം കഠിനമായി പെരുമാറിയെന്നാൽ അത് ഓർക്കുമ്പോൾ തന്നെ ശരീരം വിറകൊള്ളുന്നു. അവർ മക്കക്കാരുമായി ഒന്നിക്കുകയായിരുന്നെങ്കിൽ തികച്ചും അവരെ വളരെയധികം ആദരിക്കുമായിരുന്നു. എന്തെന്നാൽ അവർ അവരുടെ ബന്ധത്തിലുള്ളവർ തന്നെയായിരുന്നു. എന്നാൽ അത്തരം പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കൊടുങ്കാറ്റിൽ സത്യത്തിൽ നിലനിർത്തിയത് എന്തായിരുന്നു? സ്നേഹത്താൽ അവരുടെ ഹൃദയങ്ങളിൽ നിന്നും പൊട്ടിയൊഴുകിയ ആനന്ദത്തിന്റെയും നിർവൃതിയുടെയും അതേ നീരുറവയായിരുന്നു അത്. പിന്നീട് ഉദാഹരണം നൽകിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, ഒരു സഹാബിയെക്കുറിച്ച് പറയപ്പെടുന്നു, അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റിയപ്പോൾ പറഞ്ഞു, ഞാൻ വുളു ചെയ്യട്ടെ. പറയപ്പെടുന്നു, ഒടുവിൽ തലവെട്ടിയപ്പോൾ പറഞ്ഞു, സുജൂദ് ചെയ്യുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ജീവൻ വെടിഞ്ഞു. ആ സമയത്ത് അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇതേക്കുറിച്ചുള്ള വിവരം നൽകണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മദീനയിലായിരുന്നു. ജിബ്രീൽ വന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞു. അവിടുന്ന് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചു. പറയുന്നു,
ചുരുക്കത്തിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഈ ആനന്ദത്തിനു ശേഷം ഒരു കീടത്തെ പോലെ ചതഞ്ഞരഞ്ഞു മരിക്കാൻ തയ്യാറാവുന്നു. ആ സഹാബി പറഞ്ഞതുപോലെ, അതായത് ഞാൻ കാബയുടെ നാഥനെ പ്രാപിച്ചു, സ്നേഹത്തിന്റെ അങ്ങേ അറ്റം വരെ ഞാൻ എത്തി. പറയുന്നു, വിശ്വാസിക്ക് അതികഠിനമായ പ്രയാസങ്ങളും എളുപ്പമായിരിക്കും. സത്യം പറയുകയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ അടയാളം തന്നെ ഇതാണ്, വധിക്കപ്പെടാൻ തയ്യാറാകുന്നു. അതുപോലെ തന്നെ ഒരാളോട് പറയുകയാണ്, നീ നസ്രാണിയാവുക അല്ലെങ്കിൽ മരണം വരിക്കുക. ആ സമയത്ത് നോക്കുക അയാളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദം എന്താണ് എന്ന്. മരിക്കാൻ വേണ്ടി തലവെച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്, അല്ല നസ്രാണിയാകുന്നതിന് മുൻഗണന നൽകുമോ? മരണത്തിനാണ് മുൻഗണന നൽകുന്നതെങ്കിൽ യഥാർത്ഥ സത്യവിശ്വാസിയാകുന്നു, അല്ലാത്ത പക്ഷം സത്യനിഷേധിയാണ്. ചുരുക്കത്തിൽ സത്യവിശ്വാസികളുടെ മേൽ വരുന്ന ഈ പ്രയാസങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു നിർവൃതി ഉണ്ടാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ പ്രയാസങ്ങളിൽ ആനന്ദം ലഭിക്കില്ലായിരുന്നുവെങ്കിൽ പ്രവാചകന്മാർ പ്രയാസങ്ങളുടെ നീണ്ട കാലഘട്ടം എങ്ങനെ സഹിക്കുമായിരുന്നു? ഇവിടെ ഈ സ്വഹാബാക്കളുടെ സംഭവങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിശുദ്ധീകരിക്കുവാനുള്ള ശക്തി കൊണ്ട് ഒരു ആത്മാവ് ഊതിയിരുന്നു. അവർ പോകുമ്പോഴും ഇത് പറയുമായിരുന്നു, മരിക്കുമ്പോഴും ഇത് പറയുമായിരുന്നു, കാബയുടെ നാഥനാണ് സത്യം, ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ ഇവർ നന്മകൾ ചെയ്യുന്നവരായിരുന്നു. പീഡനമേൽപ്പിക്കപ്പെട്ടപ്പോൾ ആ പീഡനം ഏറ്റുവാങ്ങുന്നതിനായി ത്യാഗം ചെയ്തു. അല്ലാതെ ഇന്ന് ചില വിഭാഗങ്ങൾ ചെയ്യുന്നത് പോലെ സ്വയം അക്രമിയായിക്കൊണ്ട് പറയുന്നു, ഞങ്ങൾ ഷഹീദാകുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇക്കൂട്ടർ അക്രമത്തിനെതിരായി യുദ്ധം ചെയ്യുന്നവരായിരുന്നു, അക്രമം വ്യാപിപ്പിക്കുന്നവരായിരുന്നില്ല. അബ്ദുല്ലാ ബിൻ അമർ മറ്റൊരു സ്വഹാബിയായിരുന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നു, അദ്ദേഹം ഉഹദ് യുദ്ധത്തിനായി പുറപ്പെടുമ്പോൾ തന്റെ മകനോട് പറഞ്ഞു, ഏറ്റവും ആദ്യം എന്റെ ഷഹാദത്തായിരിക്കും സംഭവിക്കുക. ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തതായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, എന്റെ മരണത്തിനു ശേഷം നീ നിന്റെ സഹോദരിമാരെ സംരക്ഷിക്കുക. പെൺമക്കളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു യഹൂദിയിൽ നിന്നും ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്, ആ കടം എന്റെ ഈന്തപ്പഴത്തോട്ടത്തിൽ നിന്നും കൊടുത്തു വീട്ടുക. ഇതായിരുന്നു അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും തഖ്വയും. ഇതായിരുന്നു പരിശുദ്ധതയുടെയും അവകാശങ്ങൾ നിറവേറ്റുന്നതിന്റെയും നിലവാരം. യുദ്ധത്തിനായി പോവുകയാണ്, ജീവനെക്കുറിച്ച് ഒരു വ്യാകുലതയുമില്ല, ഒരു ചിന്തയുമില്ല. മറിച്ച് താൻ ഷഹീദാകുന്നവരിൽ വച്ച് ഏറ്റവും ആദ്യം ഷഹീദാകും എന്ന കാര്യത്തിൽ സന്തോഷിക്കുകയാണ്. എനിക്ക് യുവതികളായ പെൺകുട്ടികളാണുള്ളത്, അവരുടെ ബാധ്യതകൾ നിറവേറ്റണം എന്ന ചിന്തയും ഉണ്ടായില്ല. ഈ അവകാശങ്ങൾ നിറവേറ്റുവാൻ അള്ളാഹുവിൽ തവക്കൽ ആവശ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്തു. എന്നിട്ട് മകനെ ഉപദേശിച്ചു, നീ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഈ ബാധ്യതകൾ പൂർത്തിയാക്കുക, സഹോദരിമാരെ സംരക്ഷിക്കുക. പിന്നെ തന്റെ കടത്തിന്റെ ചിന്തയാണ്. ഒരു യഹൂദിയിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്, നീ തന്നെ ഇത് അടച്ചു തീർക്കണമെന്ന് പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞത്, ഇൻഷാ അല്ലാ അത് ഈ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്, നിന്റെ മേൽ ഭാരം ചുമത്താൻ ആഗ്രഹിക്കുന്നില്ല. അതെ, ഒരു നിർബന്ധ കടമയെക്കുറിച്ച്, ഒരു ഇസ്ലാമിക കൽപ്പനയെക്കുറിച്ച് ഞാൻ നിന്നെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് കടം തീർച്ചയായും തിരിച്ചടക്കുക. കടം വീട്ടിയതിനു ശേഷം മാത്രമേ നീ എന്റെ സ്വത്തിന് അവകാശിയായി തീരുകയുള്ളൂ. ഇതായിരുന്നു ഒന്നാമത്തെ കൽപ്പന, കടം വീട്ടുക. ഹസ്രത്ത് അബ്ദുല്ലായുടെ ഷഹാദത്തും ത്യാഗവും അള്ളാഹു എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇത് സംബന്ധമായി പ്രതിപാദിക്കപ്പെടുന്നത്, ഹസ്രത്ത് അബ്ദുല്ലായുടെ മകനെ
വളരെ വിഷമാവസ്ഥയിൽ കണ്ടപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുശോചനം അറിയിച്ചതിനു ശേഷം പറഞ്ഞു, നിനക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞാൻ നിന്നോട് പറയുകയാണ്. അള്ളാഹു നിന്റെ പിതാവിനെ ഷഹാദത്തിനു ശേഷം തന്റെ അടുത്തിരുത്തി പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് നൽകുന്നതാണ്. ഹസരത്ത് അബ്ദുള്ള തന്റെ റബ്ബിനോട് പറഞ്ഞു, അള്ളാഹുവെ, ഞാൻ ഒരു ദാസന്റെ കടമകൾ നിറവേറ്റിയിട്ടില്ല. പിന്നെ നിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ ഏത് നാവുകൊണ്ടാണ് നിന്നോട് ആവശ്യപ്പെടുക? ആരാധനകളുടെയും ത്യാഗങ്ങളുടെയും നിലവാരം ഉന്നതമായിരുന്നു. എന്നിട്ടും പറയുന്നു ഞാൻ ദാസന്റെ കടമകൾ നിറവേറ്റിയില്ല എന്ന്. ഞാൻ എങ്ങനെ നിന്നോട് ആവശ്യപ്പെടും? എന്തെങ്കിലും നൽകുന്നത് നിന്റെ കാരുണ്യവും ഔദാര്യവുമാണ്. പിന്നീട് പറഞ്ഞു, അള്ളാഹുവെ, അഥവാ എനിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നീ എന്നെ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചയക്കുകയും എന്നിട്ട് വീണ്ടും ഞാൻ നിന്റെ ദൂതനോടൊപ്പം നിന്നുകൊണ്ട് ശത്രുക്കളോട് പോരാടുകയും എന്നിട്ട് വീണ്ടും ഷഹീദായി തിരിച്ചു വരികയും ചെയ്യുക എന്നതാണ്. അള്ളാഹു പറഞ്ഞു, ഒരിക്കൽ മരണം നൽകിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഭൂമിയിലേക്ക് ആരെയും തിരിച്ചയക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ആഗ്രഹം സാധിച്ചു തരികയില്ല. ബാക്കി ഷഹാദത്തിന്റെ സ്ഥാനം ഇൻഷാ അല്ലാഹ് അള്ളാഹു ആഗ്രഹിക്കുന്ന പക്ഷം അതിന്റെ പ്രതിഫലം നൽകുന്നതാണ്. അതുപോലെ മറ്റൊരു സഹാബി ഹസരത്ത് അമർ ബിൻ ജമൂഹിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഷഹാദത്തിന്റെയും ത്യാഗത്തിനെയും കുറിച്ച് പരാമർശം ലഭിക്കുന്നു. അദ്ദേഹം കാലിന് വേദനയുള്ള കാരണത്താൽ ഞൊണ്ടിയാണ് നടന്നിരുന്നത്. നല്ല പ്രയാസമുണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ വൈകല്യമുള്ള കാരണത്താൽ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. ഉഹുദിന്റെ അവസരം വന്നപ്പോൾ ശത്രുക്കൾ ഒന്നിച്ച് മുസ്ലിങ്ങളുടെ മേൽ ആക്രമണം നടത്തിയപ്പോൾ അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളുക, നിങ്ങളെ ഞാൻ അനുസരിക്കുന്നില്ല, ഞാൻ തീർച്ചയായും ഇതിൽ പങ്കെടുക്കും. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുന്നിൽ ഹാജരായിക്കൊണ്ട് പറഞ്ഞു, എന്റെ മക്കൾ എന്റെ കാലിന് പ്രയാസമുള്ള കാരണത്താൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടയുകയാണ്. എന്നാൽ ഞാൻ താങ്കളോടൊപ്പം ഈ ജിഹാദിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു എന്റെ ഹൃദയാഭിലാഷം പൂർത്തിയാക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഷഹാദത്ത് നൽകുന്നതാണ്. എന്റെ മുടന്തൻ കാല് കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, വൈകല്യമുള്ള കാരണത്താൽ ജിഹാദ് നിനക്ക് നിർബന്ധമാകുന്നില്ല. എന്നാൽ ഈ ഒരാഗ്രഹമാണ് നിനക്കുള്ളതെങ്കിൽ നീ പങ്കെടുത്തുകൊള്ളുക. മക്കളോടും പറഞ്ഞു ഇദ്ദേഹത്തെ പങ്കെടുക്കാൻ അനുവദിക്കുക എന്ന്. അങ്ങനെ ഹസരത്ത് അംർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു, അള്ളാഹുവെ, നീ എനിക്ക് ഷഹാദത്ത് നൽകണമേ. എന്നെ പരാജിതനായും നിരാശനായും കൊണ്ട് നീ എന്നെ എന്റെ വീട്ടിലേക്ക് മടക്കരുത്. പിന്നീട് ശരിക്കും അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം പൂർത്തിയായി. ഉഹുദ് മൈതാനിയിൽ ഷഹീദായി. ചുരുക്കത്തിൽ ഇവർ ദൃഢവിശ്വാസത്തിൽ മുൻകടന്നവരായിരുന്നു. ഏതൊരു സഹാബിയുടെയും സംഭവം എടുത്തു നോക്കൂ. ആത്മാർത്ഥതയും കൂറോടും കൂടി അള്ളാഹുവിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ സദാ സന്നദ്ധരായിരുന്നു. ഹസ്രത്ത് അബൂ തൽഹ ഒരു അൻസാരി സഹാബിയായിരുന്നു. അമ്പയത്തിൽ പ്രസിദ്ധനായിരുന്നു. ബദർ യുദ്ധത്തിൽ അമ്പയത്തിൽ വലിയ മികവ് കാണിച്ചയാളാണ് അദ്ദേഹം. അബൂ തൽഹയുടെ മുമ്പിൽ അമ്പുകൾ കൊണ്ടുവന്നിടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുമായിരുന്നു. എന്തെന്നാൽ വളരെ വേഗത്തിൽ അദ്ദേഹം അസ്ത്രം പ്രയോഗിക്കുമായിരുന്നു, ലക്ഷ്യത്തിൽ കൊള്ളുമായിരുന്നു. ഇദ്ദേഹത്തിനും ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുമ്പിൽ പരിചയായിക്കൊണ്ട് നിലകൊള്ളാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഹസ്രത്ത് തുൽഹ തന്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പരിചയാക്കി വച്ചിരുന്നു. ഇത് അബൂ തൽഹ എന്ന അൻസാരിയായിരുന്നു. ഇദ്ദേഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സ്ഥൈര്യത്തിന്റെയും ധീരതയുടെയും മികവ് കാണിക്കാൻ അവസരം ലഭിച്ചു. അപകടകരമായ സ്ഥലങ്ങളിൽ
ഭയമില്ലാതെ അചഞ്ചലനായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിന് മുൻതൂക്കം നൽകിയിരുന്നു. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളോട് പോരാടാൻ വേണ്ടി, ലോകത്ത് ശാന്തിയും സമാധാനവും നിലനാട്ടുന്നതിനു വേണ്ടി. ഞാൻ പറഞ്ഞതുപോലെ അക്രമം പ്രവർത്തിക്കാനായി ഇവർ യുദ്ധം ചെയ്തിട്ടില്ല. എന്നാൽ ശത്രു ആക്രമണം നടത്തിയപ്പോൾ ഭീരുത്വം കാണിച്ചതുമില്ല. മറിച്ച് ധീരതയുടെയും സ്ഥൈര്യത്തിന്റെയും കഴിവ് തെളിയിച്ചു. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ, വിവരങ്ങൾ അത് പൂർത്തിയാവുക തന്നെ ചെയ്യും. ഭൗതിക ഉപാധികൾ എന്താണ്? ഒന്നുമല്ല. അള്ളാഹു പറയുന്നു, എന്റെ വഴിയിലൂടെ പോവുകയാണെങ്കിൽ മുറാഗമൻ കസീറ പ്രാപിക്കുന്നതാണ്. ഉദ്ദേശശുദ്ധിയോടെ കാൽ വെക്കുന്നവർക്കൊപ്പം അള്ളാഹു ഉണ്ടാകുന്നു. എന്നല്ല, മനുഷ്യൻ രോഗിയാവുകയാണെങ്കിൽ അവന്റെ രോഗം ഭേദമാകുന്നു. പറയുകയാണ്, സഹാബാക്കളുടെ മാതൃക നോക്കുക. യഥാർത്ഥത്തിൽ സഹാബാക്കളുടെ ഉദാഹരണം എന്നത് മുഴുവൻ പ്രവാചകന്മാരുടെയും മാതൃകക്ക് തുല്യമാണ്. അള്ളാഹുവിന് കർമ്മമാണ് ഇഷ്ടം. ആടുകളെപ്പോലെ അവർ അവരുടെ ജീവൻ നൽകി. അവരുടെ ഉദാഹരണം എന്നത് പ്രവാചകത്വത്തിന്റെ ഒരു രൂപം ഹസ്രത്ത് ആദം അലൈഹിസ്സലാമിൽ നിന്നും ആരംഭിക്കുന്നത് പോലെയാണ്. അതായത് പ്രവാചകത്വത്തിന്റെ ഒരു രൂപമുണ്ട്, ഒരു മഹത്വമുണ്ട്. അത് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ മതചരിത്ര വിശ്വാസപ്രകാരം ഹസ്രത്ത് ആദം അലൈഹിസ്സലാമിൽ നിന്ന് വരുന്നതാണ്. പറയുന്നു, തിരുസഹാബക്കൾ അത് പ്രകാശിപ്പിച്ചു കാണിച്ചു. അതേക്കുറിച്ചുള്ള വെറും അറിവ് മാത്രമല്ല, മറിച്ച് പ്രവർത്തിച്ചു കാണിച്ചുകൊണ്ട് കൂടുതൽ പ്രകാശമയമാക്കി. സത്യസന്ധതയും കൂറും ഇതാണെന്ന് പറഞ്ഞു തന്നു. അവിടെ നിന്ന് പറയുന്നു, ഹസ്രത്ത് ഈസായുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമയെ ആരും വിറ്റില്ല. എന്നാൽ ഈസായെ തന്റെ ഹവാരികൾ 30 രൂപയ്ക്ക് വിൽക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാകുന്നത് ഹവാരികൾക്ക് ഈസ അലൈഹി സ്വലാമിന്റെ സത്യതയിൽ സംശയമുണ്ടായിരുന്നുവെന്നാണ്. അതുകൊണ്ടാണ് മാഇദ ആവശ്യപ്പെടുകയും വനഅലമ അൻക സദഖ്തന, നിന്റെ സത്യതയും കളവും വ്യക്തമാക്കി തരുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുകയും ചെയ്തത്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മാഇദ ഇറങ്ങുന്നതിന് മുൻപ് അവരുടെ അവസ്ഥ നഅലമു ആയിരുന്നില്ല. അതിനുശേഷം നയിച്ച വിശ്രമമില്ലാത്ത അവരുടെ ജീവിതത്തിന് സമാനതകളില്ല. പറയുന്നു, തിരുസഹാബാക്കളുടെ വൃന്ദം അതിശയകരമായിരുന്നു. വിലമതിക്കുന്നതും അനുകരണയോഗ്യവുമായിരുന്നു. അവരുടെ ഹൃദയം ദൃഢവിശ്വാസത്താൽ നിറഞ്ഞതായിരുന്നു. ദൃഢവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ധനം മുതലായവ നൽകാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് അതിലും മുൻകടക്കുമ്പോൾ ദൃഢവിശ്വാസി അള്ളാഹുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധരാക്കുവാനുള്ള കഴിവുകൊണ്ട് ഈ ദൃഢവിശ്വാസം എപ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ സ്വഹാബാക്കളുടെ സാധാരണ ദൈനംദിന ജീവിതത്തിലെ പെരുമാറ്റങ്ങൾ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അത്ഭുതകരമായ കാഴ്ചകളാണ് നൽകുന്നത്. തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള അവസരം എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്ന ശ്രമത്തിലായിരുന്നു അവർ. ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ അമറിനെ സംബന്ധിച്ച് വരുന്നു, സാധാരണ അവസ്ഥകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെയും കൂറിന്റെയും പ്രകടനം എങ്ങനെ കാഴ്ചവെക്കുമെന്ന ചിന്തയിലായിരുന്നു. നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകൻ ജാബിറിന്റെ കയ്യിൽ വീട്ടിലുണ്ടാക്കിയ മധുരപലഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായി കൊടുത്തുവിട്ടു. തിരിച്ചു വന്നപ്പോൾ മകനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞു, ജാബിർ ഇറച്ചിയാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ അമർ പറഞ്ഞു, എന്റെ യജമാനന് ഇറച്ചിയാണ് താല്പര്യം.
അപ്പോൾ തന്നെ ഒരാടിനെ അറുത്ത് ഇറച്ചി ചുട്ടെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് കൊടുത്തു വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്തു. സ്വഹാബാക്കൾക്ക് ആരംഭത്തിൽ തങ്ങളുടെ അടുത്ത ബന്ധുക്കളുമായി തബ്ലീഗ് ചെയ്യാൻ വളരെ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മകൻ മുസ്ലിമായി പിതാവ് ആയില്ല എങ്കിൽ പ്രയാസമാണ്. മറ്റേതെങ്കിലും ബലഹീനരായ സ്ത്രീയോ പുരുഷനോ മുസ്ലിമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വലിയ ബന്ധുക്കൾ ശല്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അനിഷ്ടം കാണിക്കുന്നു. ഹസരത്ത് അമർ ബിൻ ജമൂഹിന് മുൻപ് അദ്ദേഹത്തിന്റെ മകൻ ബയ്യത്ത് ചെയ്തിരുന്നു. പിതാവ് ബഹുദൈവ വിശ്വാസിയായിരുന്നു. പിതാവിന് തബ്ലീഗ് ചെയ്യാൻ മറ്റൊരു മാർഗവും കാണാത്തപ്പോൾ മകൻ സ്വീകരിച്ച മാർഗം ഇതാണ്. തന്റെ പിതാവ് വീട്ടിൽ അലങ്കരിച്ചു വച്ചിരുന്ന വിഗ്രഹം രാത്രി എടുത്ത് കുപ്പയിടുന്ന കുഴിയിൽ കൊണ്ടുപോയിട്ടു. അമർ ബിൻ ജമൂഹ് അന്വേഷിച്ചറിഞ്ഞ് വീണ്ടും വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ വിഗ്രഹത്തോട് ഇങ്ങനെ പെരുമാറിയത് ആരാണെന്നറിഞ്ഞാൽ ഞാൻ അവന് തക്കതായ ശിക്ഷ നൽകുന്നതാണ്. വീണ്ടും തന്റെ പിതാവിന്റെ വിഗ്രഹത്തോട് അതുതന്നെ ചെയ്തു. ഏതെങ്കിലും കുഴിയിൽ വീണതായി വിഗ്രഹത്തെ കണ്ടെത്തും. ഒടുവിൽ ഒരു ദിവസം അമ്ര തന്റെ വിഗ്രഹത്തെ നന്നായി വൃത്തിയാക്കി അലങ്കരിച്ച് അടുത്ത് തന്നെ ഒരു വാൾ വച്ചു. എന്നിട്ട് വിഗ്രഹത്തോട് പറഞ്ഞു, നിന്നോട് ആരാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ ഞാൻ വാളും നിന്റെ കൂടെ വയ്ക്കുന്നു, സ്വയം സംരക്ഷിക്കുക. അടുത്ത ദിവസം നോക്കുമ്പോൾ വിഗ്രഹം അപ്രത്യക്ഷമായിരിക്കുന്നു. അന്വേഷിച്ചു നോക്കിയപ്പോൾ ഒരു മാലിന്യ കൂമ്പാരത്തിൽ ഒരു ചത്ത പട്ടിയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ ആ വിഗ്രഹത്തെ കണ്ടു. അവർ ഇത് കണ്ട് ചിന്തിച്ചു, ഞാൻ ദൈവമാക്കി വച്ചിരുന്ന ഈ വിഗ്രഹം അതിന് വാൾ അടുത്തുണ്ടായിട്ടും സ്വയം പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്നിരിക്കെ അത് എന്നെ എങ്ങനെ സംരക്ഷിക്കാനാണ്? എന്നിട്ട് വിഗ്രഹത്തോടായി പറഞ്ഞു, അഥവാ നീ യഥാർത്ഥ ദൈവമായിരുന്നെങ്കിൽ ഇങ്ങനെ ചത്ത നായയുടെ കഴുത്തിൽ കിടക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മഹോന്നതനും റിസ്ക് നൽകുന്നവനും നീതി പുലർത്തുന്നവനുമായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൻസാറുകളിൽ ഏറ്റവും അവസാനം ഇസ്ലാം മതം സ്വീകരിച്ചത് അമ്ർ ബിൻ ജമൂഹ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹാബാക്കളോടുള്ള സ്നേഹത്തിന്റെ രീതിയും പിന്നീട് തങ്ങളുടെ വിശുദ്ധീകരിക്കുവാനുള്ള കഴിവിലൂടെ എങ്ങനെയാണ് ഈ സഹാബാക്കൾക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധമുണ്ടായത് എന്നതും പിന്നീട് അള്ളാഹുവും എങ്ങനെയാണ് പലപ്പോഴും സഹാബാക്കൾക്ക് നേരിട്ട് അനുഗ്രഹം നൽകിയത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഖേന അനുഗ്രഹിച്ചിരുന്നത് എന്ന കാര്യങ്ങളുമെല്ലാം സഹാബാക്കളുടെ സ്ഥാനവും മഹത്വവും വ്യക്തമാക്കി തരുന്നവയാണ്. ഹസരത്ത് ഉബൈ ബിൻ കഅബിനും അള്ളാഹുമായുള്ള ബന്ധത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ബുഖാരിയിലും നിവേദനത്തിൽ വന്നിരിക്കുന്നു. അതായത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു നിന്നെ ഖുർആൻ ഓതി കേൾപ്പിക്കുക എന്ന്. ഹസരത്ത് ഉബൈദ് ബിൻ കഅബ് വളരെ അതിശയത്തോടെ ചോദിച്ചു, അള്ളാഹു എന്റെ പേരെടുത്ത് പറഞ്ഞോ? മുഴു ലോകത്തിന്റെയും ഉടമസ്ഥനായ ആ അള്ളാഹു എന്റെ പേരെടുത്തുകൊണ്ട് പറഞ്ഞോ എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അതെ, നിന്റെ പേരെടുത്തുകൊണ്ട് പറഞ്ഞു. ഉബൈദ് ഇബ്നു കഅബ് വികാരാവേശത്താൽ കരയാൻ തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ലം യകുനില്ലദീന കഫറു, അതായത് സൂറത്തുൽ ബയ്യിന ഓതി കേൾപ്പിച്ചു. പിന്നീട് ഒരിക്കൽ ആരോ ഉബൈ ഇബ്നു കഅബിനോട് ചോദിച്ചു, താങ്കൾ ഇത് കേട്ട് വളരെ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും കാണുമ്പോൾ സന്തോഷിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കെ ഞാൻ പിന്നെ സന്തോഷിക്കുകയില്ലേ? ഹസരത്ത് ഉബൈ ബിൻ കഅബിന് ഖുർആനിക ജ്ഞാനവും നല്ലവണ്ണം വളരെ ഉണ്ടായിരുന്നു. ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഞാൻ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഖുത്ബയിൽ പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് എന്ന് പറയപ്പെടുന്നത് ഏതാണ്? ആദ്യം അദ്ദേഹം പറഞ്ഞു, അള്ളാഹും അവന്റെ റസൂലും ഏറ്റവും അധികം അറിയുന്നവരാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യപ്രകാരം പറഞ്ഞു, ഏറ്റവും മഹത്തരമായ ആയത്ത് എന്ന് പറയാവുന്നത് ആയത്തിൽ കുറിച്ച് തന്നെയാണ്. ഇത്
ആയത്തിൽ കുറിച്ചുമായി ബന്ധപ്പെട്ടുള്ള നിവേദനത്തിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിൽ വളരെ സന്തോഷവാനായി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഉബൈദ്, അള്ളാഹു താങ്കളുടെ ജ്ഞാനത്തിൽ അനുഗ്രഹം ചൊരിയട്ടെ. ആയത്തിൽ കുറിച്ച് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ മഹത്തരമായ ആയത്ത്. ഒരു നിവേദനത്തിൽ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വർഷത്തിൽ ഇദ്ദേഹത്തോട് ഒന്നിച്ച് ഖുർആൻ മുഴുവനും ഓതി പൂർത്തിയാക്കി. ഹസ്രത്ത് ഉമറിന്റെ അനുവാദത്തോടെ അദ്ദേഹം ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും തഫ്സീർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ സഹാബാക്കളായിരുന്നു അവർ അഭിവൃദ്ധി കൈവരിച്ച് അങ്ങേയറ്റം വരെ എത്തിച്ചേർന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അഭിവൃദ്ധി ഘട്ടം ഘട്ടമായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് സഹാബാക്കളുടെ അഭിവൃദ്ധിയും ഘട്ടം ഘട്ടമായിട്ടാണ് ഉണ്ടായത്. പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബാക്കളെ കണ്ടുകൊണ്ട് അവർ പൂർണ്ണ അഭിവൃദ്ധി കൈവരിച്ചവരാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ അഭിവൃദ്ധി ഒരു നിശ്ചിത ഘട്ടം വരെ ഉള്ളതായിരുന്നു. ഒടുവിൽ ലോകം ഒരിക്കലും പ്രാപിക്കാത്ത സ്ഥാനം സഹാബാക്കൾ പ്രാപിച്ചു. ആരും കാണാത്തവ അവർ കണ്ടു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ സഹാബാക്കളെ സംബന്ധിച്ച് പറയുന്നു, തിരു സഹാബാക്കളുടെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ അവർ സാധാരണക്കാരായിരുന്നു എന്ന് കാണാം. ഏതുപോലെ എന്നാൽ ഒരു പാത്രം ഈയം പൂശി മിനുക്ക് കൂട്ടിയെടുത്താൽ വൃത്തിയുള്ളതാകുന്നത് പോലെ ഈ ആളുകളുടെ ഹൃദയവും അതുപോലെയുള്ളതായിരുന്നു. ദൈവിക വചനങ്ങളുടെ പ്രകാശത്താൽ പ്രകാശിതവും സ്വേച്ഛയാകുന്ന കറയിൽ നിന്നും തുരുമ്പിൽ നിന്നും തികച്ചും ശുദ്ധമായിരുന്നു. ഖദ് അഫ്ലഹ മൻ സക്കഹ എന്നതിന് അനുഗുണമായിരുന്നു. പിന്നീട് അവിടുന്ന് പറയുന്നു, സഹാബാക്കൾ എത്രത്തോളം സത്യസന്ധത കാണിച്ചുവെന്നാൽ അവർ വിഗ്രഹാരാധനയിൽ നിന്നും സൃഷ്ടിപൂജയിൽ നിന്നും മുഖം തിരിച്ചുവെന്ന് മാത്രമല്ല, അതായത് ആളുകളെ പൂജിക്കുക, ആളുകളോട് ഉദ്ദേശ്യപൂർത്തീകരണത്തിനായി തേടുക, അവരെ പ്രസാദിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നതും പൂജയാണ്. വെറും സൃഷ്ടിപൂജയിൽ നിന്നും മുഖം തിരിച്ചുവെന്ന് മാത്രമല്ല, അവരുടെ ഉള്ളിൽ നിന്നും ഭൗതികതയുടെ തേട്ടങ്ങൾ പോലും ഇല്ലാതായി. അവർ ദൈവത്തെ കാണാൻ തുടങ്ങി. അവർ എത്രമാത്രം ധൃതിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ സ്വാർപ്പണം ചെയ്തുവെന്നാൽ അവരിൽ ഓരോരുത്തരും ഇബ്രാഹിമായിരുന്നു. വീണ്ടും അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശരീരം പോലെയാണ്. അദ്ദേഹത്തിന്റെ തിരു സഹാബാക്കൾ അദ്ദേഹത്തിന്റെ അവയവങ്ങളാണ്. അള്ളാഹു നമുക്ക് സഹാബാക്കളുടെ സ്ഥാനം ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ മാതൃകയിലൂടെ ചലിച്ചുകൊണ്ട് ആത്മാർത്ഥതയും കൂറും വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.